ഇന്നെന്താ പരിപാടി? ചേന നടാൻ സമയമായോ? സമയം കഴിഞ്ഞാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സമയം ഇപ്പോഴാണ്. നമ്മുടെ സമയത്തിനാണ് നമ്മൾ നടുന്നല്ലേ? നമ്മളിതിനെ വേറെ സമയത്ത് നടന്നു. ഇതെന്തിനാ ഇങ്ങനെ ചെത്തി കളയണേ? അത് ചെയ്യാൻ എളുപ്പം കിട്ടാൻ വേണ്ടിട്ട്. ഇതുണ്ടോ മുള ഉണ്ടോ? മുളയ്ക്കനുസരിച്ച് വേണം മുറിക്കാൻ. ഉണ്ടോ? ഓരോ മുള ഓരോ കഷ്ണം ഓരോ ഇതായിട്ടല്ലേ, ഓരോ തടയായിട്ട് വെക്കും അല്ലേ? പിന്നെ വലിപ്പത്തിനനുസരിച്ച് ചെത്തണമെന്നൊന്നുമില്ല. പിന്നെ ചെത്തുവാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ട് ഉള്ളൂ. ഇത് ചെറുതായതുകൊണ്ട് ഇതൊരു കുഴി മതി. ഇത് ചെയ്യാൻ വേണ്ടി ചെത്തണം. അത് കേടായതാണോ? അത് ചെറിയ കേടാണ്. ഇതല്ല, ഇത് ഒന്ന് തന്നെ ഉള്ളു, ചെറുതാ. ഒറ്റ സൈഡാണ് ചെത്തിയേക്കാം. അഞ്ചാറിനുണ്ടല്ലേ? അത് അഞ്ചാറിനല്ല, രണ്ടായിട്ട് മൂന്നായിട്ട് മുറിക്കുമ്പോ പിന്നെ ഉണ്ടല്ലോ അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് കാച്ചിക്ക് എവിടെ നിന്ന് വന്നേ? കാച്ചിക്ക് അതാരോ കൊണ്ടുവന്ന കൂടെ നമ്മൾ വിത്തിനെടുത്ത് വെച്ച സജനി ചേച്ചി കൊണ്ടുവന്നാന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടോ? അതേ വളർന്ന് അതിൻ്റെ അകത്ത് നോക്ക്, അതേ വളർന്ന് അതിൻ്റെ ഇത് നോക്ക്. ഇത് നടണ്ടേന്നേ, ഇതും നടണ്ടേ? ഇത് ഇത്രയും വന്നു ഓൾറെഡി. അതല്ലേ വേണ്ട നടാൻ. രണ്ട് ഇതായിട്ട് നട്ടൂടെ നമുക്ക്? അങ്ങനെയാണെങ്കിൽ രണ്ട് തട എടുത്ത് നട്ടൂടെ? എനിക്ക് നീല കച്ചില ഇഷ്ടം. ആണോ? എനിക്ക് നീല. ഞാനാണ് ഇങ്ങനെ കുത്തി വെക്കുന്നത്. കുത്തിയല്ല, ചോഴന്നെടുത്തല്ലേ? അവിടെ മുള വരുമെന്നാണ് പറയുന്നത്. ഇനി മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന കാര്യമാണ്, നമുക്കറിയത്തില്ല. ഇത് രണ്ടാക്കും. നമ്മളിത് മുള ഇല്ലാത്തതാണ്. രണ്ടാക്കും. രണ്ടാക്കിയാലും അവിടെ ഇട്ട് കഴിഞ്ഞാൽ താമസിച്ചാലും മുളയായിട്ട് വന്നോളൂ. ഇവിടെ വലിയ പാട്. എങ്ങനെ ഇതുണ്ടോ? അടുപ്പിച്ച് വന്നേക്കണം. ഈ മുള കളയണം ചെറുതായതുകൊണ്ട്. അല്ല, എന്നിട്ട് ഈ രണ്ട് മുളേനെ എടുക്കാവുള്ളൂ. ഉണ്ടോ? ആ മുള പോകാത്ത വേണം എടുക്കാൻ. ചാതമായിരുന്നു മുളക്കെ കറക്റ്റ് മുറിച്ച്. കണ്ടോ? ഇത് നടാൻ വേണ്ടിയിട്ടേ പറമ്പിലോട്ട് കൊണ്ടുപോകാൻ നമ്മള് കൊട്ടേറ്റ വെച്ചോണ്ട് എടുത്തോണ്ട് പോവാ അല്ലേ? അതേം കൂടെ കൊണ്ടോ? നമ്മുടെ കാച്ചില് പിടിച്ചിട്ടെ. ഞങ്ങൾ ചേന നടാൻ വേണ്ടി പോവുകയാണെങ്കിൽ നല്ല അടിപൊളി വെയിലുണ്ട്, നല്ല ചൂടും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെയാണോ നടന്നേ? പിന്നെ തൂമ്പായും ചുവന്നുകൊണ്ട് വരുന്ന വലിയ പണിയല്ലേ? ചേന നടാൻ വേണ്ടിയിട്ട് ചേട്ടായി തടം എടുക്കുവാണ്. 10 തടം വേണം അല്ലേ? 10 എണ്ണം വേണ്ടേ? മണ്ണ ഇളകി കിടക്കണോണ്ട് ഇച്ചിരി എളുപ്പമുണ്ടല്ലേ? ആ, അപ്പം ഇനി കപ്പ എവിടെയാ ഇടണേ? നമ്മൾ താഴെ ഇടാന്നാ? മൂന്നാമത്തെ തടമാണ്. നമ്മുടെ ചേനക്കിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വളമിടാനായിട്ട്. അപ്പോൾ ചേട്ടായി തടം എടുത്തു, ഞാനും കൊണ്ട് ഇതിന് മുളയില്ലല്ലോ, ഇതിങ്ങനെ വെക്കണ്ട? മുളയില്ലാത്തത് മുളയുള്ളത് എങ്ങനെ വെക്കുന്നു അതേപോലെ തന്നെ വെച്ചോളൂ. ഉടൻ തുടങ്ങാനാ ചേട്ടാ? ആ മുള നേരെ മേലോട്ട് നിൽക്കണം. ഇങ്ങനെയല്ലേ? ഇതിങ്ങനെ വെച്ചാ പോരെ? എന്നിട്ട് മണ്ണിട്. ഇതിങ്ങനെ കുറച്ച് തെളിഞ്ഞ് നിൽക്കണം. ചാണകപ്പൊടി വേണം നിൽക്കാൻ. വേണ്ട ആണോ? അപ്പൊ മറ്റത് മണ്ട ഇതാക്കിയല്ലോ. പണ്ട് വീട്ടിൽ ഇതൊക്കെ ഫുള്ള് ചാണകപ്പൊടി ആയിരിക്കും എടുക്കും.
കുഴിയിലോട്ട് ഇങ്ങനെ വെക്കുള്ളൂ. ആ ബാക്കി ഫുള്ള് ചാണകപ്പൊടി ബാക്കി ഫുള്ള് ചാണകപ്പൊടി ഇടുന്നു. അങ്ങനെ ആയിട്ടാ നന്നായിട്ട്. പിന്നെ അതിന് വേറെ ഒന്നും ചെയ്യുമല്ലോ അന്നേരം. അതോടുകൂടി പിന്നെ വളമൊന്നും ചെയ്യില്ലേ? പിന്നെ വളം ചെയ്യത്തില്ല. പിന്നെ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കവിളിൽ ചാണകം പോകും. അത് ഞാൻ പിന്നെ കാണിച്ചത്. മഴക്കാലമാകട്ടെ ചവിട്ടി കൂട്ടി കമ്പും എല്ലാം കൂടി ഉള്ളത്. ചാണകപ്പൊടി ഇട്ട് മണ്ണിട്ട് മൂടി. അങ്ങനെ ചേനയെല്ലാം നട്ട് തീരാറായപ്പോൾ ലാസ്റ്റത്തേന് തട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ സ്വന്തമായിട്ട് കുഴിയൊക്കെ എടുത്ത് ചേനയൊക്കെ അവിടെ നടുവാണ്. എനിക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരുപാട് കപ്പ നടുന്നതും അങ്ങനെ ഒത്തിരി വീഡിയോസ് വരാനുണ്ട്. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.